+2 കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. സൊല്യൂഷനകത്തുള്ള രണ്ടാമത്തെ വീഡിയോയാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഈ ക്ലാസ്സിൽ പറയുന്ന ആദ്യ ടോപ്പിക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ്. എന്നാൽ അത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അന്നേരം ഇവിടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? അന്നേരം ആൻസർ എന്തോ എഴുതണം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ. ഇനിയും പ്രധാനപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്: ഒന്നാമത്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ടാമത്തെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, മൂന്നാമത്തെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേരും പഠിക്കണം. അന്നേരം ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് നെയിം ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് അഥവാ M2 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലർ മാസ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതിനെയാണ് പറയുന്നത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഡെൽറ്റ പി. അന്നേരം ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതിന് എന്താണ് പേര് പറയുന്നത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഡെൽറ്റ പി. ഡെൽറ്റ പി കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? P10 ഡെൽറ്റ പി ഇസിക്കൽ ടു P10 മൈനസ് P1. അന്നേരം ഡെൽറ്റ പി ഇസിക്കൽ ടു എന്താണ്? P10 മൈനസ് P1. അതിൽ P10 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. P10 എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. എഴുതിയെടുത്തോണം. P10 വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. P1 എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. എന്താണ്? P1 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. നോക്കി, റൗൾസ് ലോയ്ക്കകത്ത് നമ്മൾ പഠിച്ചതാണ് P1 എന്ന് പറയുന്നത് H1 പ്രപ്പോർഷണൽ ആണ്. P1 എന്ന് പറയുന്നത് H1 പ്രപ്പോർഷണൽ ആണ്. റൗൾസ് ലോയ്ക്കകത്ത് പഠിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. P1 എന്ന് പറയുന്നത് ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. ഇവിടെ പ്രപ്പോർഷണാലിറ്റി സൈൻ വന്നാൽ അത് മാറാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻ്റ് ആണ് P10 എന്ന് പറയുന്നത്. അന്നേരം P1 ഇസിക്കൽ ടു P10 H1 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ ഡെൽറ്റ പിയുടെ ഇക്വേഷൻ എഴുതിയില്ലയോ? ഡെൽറ്റ പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ പി ഇസിക്കൽ ടു P10 മൈനസ് P1. ഇതിനകത്ത് ഈ വാല്യൂസ് P10 അതുപോലെ എഴുതി P1 പകരം നമ്മളിവിടെ കിട്ടിയ വാല്യൂ എഴുതുന്നു. എന്താണ്? P10 H1 എന്ന വാല്യൂ കൊടുക്കുന്നു. ഈ 2 ടേമിനകത്തും കോമൺ ആയിട്ടുള്ള ടേമാണ് P10. അന്നേരം P10 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി ആദ്യ ടേമിനകത്ത് 1 വരുന്നു, രണ്ടാമത്തെ ടേമിൽ മൈനസ് H1 വരുന്നു. നോക്കി, ഇവിടെ നിങ്ങൾ നേരത്തെ മോൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് H1 പ്ലസ് H2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുകൊണ്ട് 1 മൈനസ് H1 ഇസിക്കൽ ടു എന്തോ വരുന്നു? H2 എന്ന് വരുന്നു. 1 മൈനസ് H1 ഇസിക്കൽ ടു എന്താണ്? H2. അതായത് 1 റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്. ഈ H1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 1 മൈനസ് H1 എന്നാവും. ഇസിക്കൽ ടു എന്തോ വരുന്നു? H2 എന്ന് വരുന്നു. ഈ 1 മൈനസ് H1 സ്ഥാനത്ത് ഇവിടെ H2 എന്ന് കൊടുത്തു. അന്നേരം ഡെൽറ്റ പി ഇസിക്കൽ ടു എന്തോ വരുന്നു? P10 H2 എന്ന് വരുന്നു. അന്നേരം ഡെൽറ്റ പി ഇസിക്കൽ ടു എന്താണ്? P10 H2 എന്ന് കിട്ടുന്നു. അവിടെ വരെ മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞു റൗൾസ് ലോയ്ക്കകത്ത് പറയുന്നതാണ് P1 എന്ന് പറയുന്ന H1 പ്രപ്പോർഷണലാണ്. പ്രപ്പോർഷണാലിറ്റി സൈൻ മാറാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റൻ്റ് ആണ് P10 എന്ന് പറയുന്നത്. അന്നേരം P1 ഇസിക്കൽ ടു P10 H1 എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം P1 ഡെൽറ്റ പിയുടെ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഡെൽറ്റ പി ഇസിക്കൽ ടു P10 മൈനസ് P1. ഇതിലെ P1 സ്ഥാനത്ത് P10 H1 എന്നുള്ള വാല്യൂ കൊടുത്തു.
ഇനി അതിനുശേഷം ഈ രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ടുള്ള P1 0 ബ്രാക്കറ്റിന് പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ 1 - H1 എന്ന് കിട്ടി. 1 - H1 എന്ന് പറയുന്നത് H2 ആണ്. അങ്ങനെ വരാൻ കാരണം ഇവിടെ H1 + H2 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് H2 = 1 - H1 എന്നെഴുതി. അങ്ങനെയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. അന്നേരം ഡെൽറ്റ P = P1 0 H2 എന്ന് വരെ കിട്ടി. അവിടം വരെ എടുത്തല്ലോ. ഇനി അടുത്ത പഠിക്കാനുള്ള സ്റ്റെപ്പ് നോക്കിയോണേ. ഇനി ഈ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ സ്റ്റെപ്പ് ഡെൽറ്റ P = P1 0 H2 അവിടം വരെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും P1 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം എന്തോ വരുന്നു? ഡെൽറ്റ P ഡിവൈഡഡ് ബൈ P1 0 = H2. ഇവിടെ H2 എന്ന് വരാൻ കാരണം റൈറ്റ് സൈഡിലുള്ള ടേം എന്ന് പറയുന്നത് P1 0 H2 ആണ്. അതിനെ P1 0 കൊണ്ട് ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ P1 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളതാണ് H2 എന്ന് പറയുന്നത്. അന്നേരം ഇക്വേഷനകത്ത് എങ്ങനെ വരുന്നു? ഡെൽറ്റ P/P1 0 = H2 എന്ന് കിട്ടുന്നു. ഈ ഡെൽറ്റ P/P1 0യെ പറയുന്ന പേര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ്. ഡെൽറ്റ P/P1 0 എന്താ പേര് പറയുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അന്നേരം ഡെൽറ്റ P/P1 0 = H2 എന്ന് കിട്ടി. ഡെൽറ്റ P/P1 0യെ പറയുന്ന പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു H2. H എന്ന് പറയുന്ന ലെറ്റർ മോൾ ഫ്രാക്ഷനെയാണ് കാണിക്കുന്നത്. 2 എന്ന ലെറ്റർ സൊല്യൂട്ടിനെയാണ് കാണിക്കുന്നത്. 1 സോൾവെൻറ്റിനെയും 2 എന്ന് പറയുന്നത് സൊല്യൂട്ടിനെയുമാണ് കാണിക്കുന്നത്. H2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നാണ്. നേരെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ H2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി നമ്മൾക്ക് നോക്കാം. H2 മോൾ ഫ്രാക്ഷൻ പഠിച്ചപ്പം പറഞ്ഞതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. H2 = N2 ഡിവൈഡഡ് ബൈ N1 + N2 ആണ്. ഇനി അടുത്ത ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. N2 ഈസ് വെരി വെരി ലെസ് ദാൻ N1. അതുകൊണ്ട് ഡിനോമിനേറ്ററിലുള്ള N2വിൻ്റെ ടേം നെഗ്ലക്റ്റ് ചെയ്യുന്നു. അന്നേരം ഈ H2 എന്തായി മാറുന്നു? H2 = N2 ഡിവൈഡഡ് ബൈ N1 എന്ന് വരുന്നു. ഇനി അടുത്തത് N2വിൻ്റെയും N1ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. N = W/M എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്. നോക്കി, N അതായത് നമ്പർ ഓഫ് മോൾസ് മാസ് ബൈ മോളാർ മാസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ N = W/M ആണ് എങ്കിൽ N2 = W2/M2, N1 = W1/M1 വരുന്നു. ഇത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫ്രാക്ഷണൽ നമ്പേഴ്സാണ്. അത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. അന്നേരം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M1 മേളിൽ പോകുന്നു. W2 × M1 ഡിവൈഡഡ് ബൈ M2 × W1 എന്ന് വരുന്നു. അന്നേരം H2വിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി W2 × M1 ഡിവൈഡഡ് ബൈ M2 × W1. നോക്കാം ഇനി. അന്നേരം H2 = N2 ഡിവൈഡഡ് ബൈ N1 + N2 ആണ്. ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസ് N2 ഈസ് വെരി വെരി ലെസ് ദാൻ N1 ആണ്. അതുകൊണ്ട് ഡിനോമിനേറ്ററിലുള്ള N2വിൻ്റെ ടേം നെഗ്ലക്റ്റ് ചെയ്തു. അന്നേരം H2 = N2/N1 എന്ന് കിട്ടി. അതുവരെ കഴിഞ്ഞല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ H2വിൻ്റെ നമ്മുടെ നേരത്തെ ഇക്വേഷനകത്ത് നാട് ആ ഇക്വേഷൻ നമ്പർ 3-കകത്ത് ഡെൽറ്റ P/P1 0 = H2 എന്നാണ് എഴുതിയേക്കുന്നത്. ആ H2വിൻ്റെ സ്ഥാനത്ത് N2/N1 എന്ന് കൊടുത്തു. ആ N എന്ന് പറയുന്ന W/M ആയതുകൊണ്ട് N2 = W2/M2 എന്നും N1 = W1/M1 എന്നും എഴുതി. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം M1 മുകളിൽ പോകുന്നു, M2 എന്ന് പറയുന്നത് താഴെ വരികയും ചെയ്യുന്നു.
m2 ഇൻറ്റു W1 താഴെ വരികയും ചെയ്യുന്നു. ഇനി അടുത്തത് ഈ ഇക്വേഷനകത്തു നിന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് m2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയാൽ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ ഡെൽറ്റ പി ബൈ P10 ഇസിക്കൽ ടു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഇതിനകത്തുനിന്ന് M2 കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. M2 ഇസിക്കൽ ടു ഇതല്ലേ ആദ്യം ചെയ്യേണ്ടത്, P10 ഇൻറ്റു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു W1. ഈ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് അഥവാ M2 കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അന്നേരം ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തോണം. ആ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ഈ ഡെറിവേഷൻ ചോദിക്കും. അന്നേരം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു, അതിനെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നു. അതിനെ ഡെൽറ്റ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡെൽറ്റ പി കാണാനുള്ള ഇക്വേഷൻ P10 മൈനസ് P1 ആണെന്ന് എഴുതി. രണ്ടാമത് റൗൾസ് ലോയുടെ അടിസ്ഥാനത്തിൽ P1 H1 പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതി. അതിനുശേഷം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം P1 ഇസിക്കൽ ടു P10 H1 എന്ന് കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് P1ൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ P1ൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുത്തു, അതായത് P10 H1 എന്നുള്ള വാല്യൂ കൊടുത്തു. അന്നേരം ഡെൽറ്റ പിയുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു, ഡെൽറ്റ പി ഇസിക്കൽ ടു P10 മൈനസ് P10 H1 എന്ന് വരുന്നു. ഈ രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് P10 ആണ്. അന്നേരം P10 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ആദ്യ ടേമിൽ 1 വരുന്നു, രണ്ടാമത്തെ ടേമിൽ മൈനസ് H1 വരുന്നു. 1 മൈനസ് H1 എന്ന് പറയുന്നതിന് പകരം H2 എന്ന് എഴുതി. കാരണം എന്താണ്, H1 പ്ലസ് H2 1 ആയതുകൊണ്ട് 1 മൈനസ് H1 എന്ന് പറയുന്നത് H2 ആണ്. ഈ ഇക്വേഷൻ നമ്പർ 2 മൊത്തത്തിൽ P10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിനെ റൈറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ പി ബൈ P10 ഇസിക്കൽ ടു H2 എന്ന് കിട്ടി. ഇനി ഈ H2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുത്തത്. H2 ഇസിക്കൽ ടു N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. അതിനുശേഷം ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ N2 N1 വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഡിനോമിനേറ്ററിലുള്ള N2ൻ്റെ ടേം അതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് അന്നേരം ഈ H2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N2 ഡിവൈഡഡ് ബൈ N1 എന്നായി. N എന്ന് പറയുന്ന W/M ആയതുകൊണ്ട് N2 ഇസിക്കൽ ടു W2/M2 എന്നും N1 ഇസിക്കൽ ടു W1/M1 എന്നും എഴുതി. അതിനുശേഷം നോക്കിയേ, ഈ ഇക്വേഷനകത്തുനിന്ന് M2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ M2ൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് അഥവാ M2 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഓരോ ടേംസും എന്താണെന്ന് പറയാം. ഇതിനകത്തുള്ള ടേംസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. P10 എന്ന് പറയുന്ന വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. W1 എന്ന് പറയുന്നതും W2 എന്ന് പറയുന്നതും W എന്ന് പറയുന്ന ലെറ്റർ മാസിനെയാണ് കാണിക്കുന്നത്. 1 ആകുമ്പം അത് സോൾവെൻറ്റിൻ്റെ മാസും 2 ആകുമ്പോൾ സൊല്യൂട്ടിൻ്റെ മാസുമാണ്. അന്നേരം W1 എന്ന് പറയുന്ന മാസ് ഓഫ് സോൾവെൻറ്റും W2 എന്ന് പറയുന്ന മാസ് ഓഫ് സൊല്യൂട്ടും ആണ്. ഇവിടെ M എന്ന് പറയുന്ന ലെറ്റർ മോളാർ മാസിനെയാണ് കാണിക്കുന്നത്. M1 ഉണ്ട്, M2 ഉണ്ട്. M1 എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ മാസും M2 എന്ന് പറയുന്ന സൊല്യൂട്ടിൻ്റെ മാസും ആണ്. ഇത്രയുമാണ് ഇതിനകത്തുള്ള ടേംസുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനെ ബേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പറയുന്നത്. ഒന്നാമത്തെ ആ ക്വസ്റ്റ്യൻ നോക്കി, ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ഈസ് 0.085 bar. എ നോൺ വോളറ്റൈൽ സോളിഡ് ഓഫ് 0.5 gram ഈസ് ആഡഡ് ടു 39 gram ഓഫ് ബെൻസീൻ. ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് 0.845 bar.
വാട്ട് ഈസ് ദ മോളിക്കുലർ മാസ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ്. നോക്കി, ഇത് സോളിഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് എന്നാണ് അർത്ഥം. ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ഇത്. വേപ്പർ പ്രഷർ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മെത്തേഡ് വഴി ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടിയുള്ള ഇക്വേഷൻ ആദ്യം എടുത്തെഴുതുക. എന്താണ് M2 കാണാനുള്ള ഇക്വേഷൻ? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ P10 ഇൻറ്റു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ, ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. M2 കാണാനുള്ള ഇക്വേഷൻ P10 ഇൻറ്റു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു W1. അതിനകത്ത് ഓരോ ടേം തന്നിരിക്കുന്നത് എടുത്തെഴുതിയ ഇനിയത്ത് തന്നിരിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അഥവാ P10 തന്നിട്ടുണ്ട്. എത്രയാണ്? 0.85 ബാർ. പ്യുവർ ബെൻസീനാണ് ഇവിടുത്തെ പ്യുവർ സോൾവൻ്റ് എന്ന് പറയുന്ന ബെൻസീനാണ്. അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 0.85 ബാറാണ്. ഇനി അടുത്തത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ അഥവാ P1 തന്നിട്ടുണ്ട്. അതെത്രയാണ്? 0.845 ബാറാണ്. 0.845 ആണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസം തന്നിട്ടുണ്ട്, സോൾവെൻറ്റിൻ്റെ മാസം തന്നിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ മാസ് W2 ആണ്, സോൾവെൻറ്റിൻ്റെ മാസ് W1 ആണ്. സൊല്യൂട്ടിൻ്റെ മാസം എന്ന് പറയുന്നത് 0.5 ഗ്രാമും സോൾവെൻറ്റിൻ്റെ മാസ് 39 ഗ്രാമും ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ടേമുകളെല്ലാം പിന്നീട് അടുത്ത് തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് M1 ആണ്. അതായത് സോൾവെൻറ്റിൻ്റെ മോളാർ മാസാണ് M1 എന്ന് പറയുന്നത്. ഇവിടുത്തെ സോൾവെൻ്റ് എന്ന് പറയുന്നത് ബെൻസീനാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C6H6. അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന അറ്റോമിക് മാസ് ആഡ് ചെയ്താണ്. 6 കാർബണിൻ്റെ മാസും 6 ഹൈഡ്രജൻ്റെ മാസൂടെ ആഡ് ചെയ്താണ് അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്. അന്നേരം ഈ തന്നിരിക്കുന്ന ടേംസുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ നോക്കി വേറൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇക്വേഷനകത്ത് ഡെൽറ്റ P ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം P10യും P1ഉമാണ് തന്നിരിക്കുന്നത്. എന്താണ് ഡെൽറ്റ P കാണാനുള്ള ഇക്വേഷൻ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. P10 മൈനസ് P1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഡെൽറ്റ P കണ്ടുപിടിക്കേണ്ടത്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഈ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. ഇവിടെ M1 തന്നേക്കുന്നത് ബെൻസീൻ്റെ മോളാർ മാസാണ്. അതിൻ്റെ അറ്റോമിക് മാസ് ആഡ് ചെയ്താണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് മെത്തേഡ് വഴി മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കുന്നത്. നോക്കിയാൽ ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നു. ഒരു എക്സ്ട്രാ ഒരു കമ്പോണൻ്റ് കൂടെ വരുമ്പോൾ അതോടെ മെൽറ്റ് ചെയ്യാൻ ടെമ്പറേച്ചർ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നു. ഈ പ്യുവർ സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും ബോയിലിംഗ് പോയിൻറ്റിലുള്ള ഡിഫറൻസിനെയാണ് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഡെൽറ്റ TB. ഇതുവരെ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നു. അതിനെ പറയുന്ന പേരാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഡെൽറ്റ TB. ഡെൽറ്റ TB കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് TB മൈനസ് T0B ആണ്. TB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷനും T0B എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റും ആണ്. ഡെൽറ്റ TB എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് അഥവാ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ഇനി അടുത്ത നമ്മൾ പറയുന്നു ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. For dilute solution, elevation of boiling point is directly proportional to the molality. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ M. ഡെൽറ്റ TB എന്ന് പറയുന്നത് ഈ മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻ്റാണ് KB എന്ന് പറയുന്നത്. KBയെ പറയുന്ന പേരാണ് മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അഥവാ എബിലോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. KBയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ കിലോഗ്രാം പെർ മോള് ആണ്. ഇനി അടുത്തത് മൊളാലിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. മൊളാലിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു.
നോക്കിയാൽ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൻ ആണ്. അത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 നമ്പർ സൊല്യൂട്ടിനെയും 1 എന്ന് പറയുന്ന നമ്പർ സോൾവെൻറ്റിനെയുമാണ് കാണിക്കുന്നത്. N2 എന്ന് വന്നാൽ എൻ്റെ അർത്ഥം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ്. അവിടെ ന്യൂമറേറ്ററിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് പകരം N2 എന്ന് കൊടുത്തു. ഡിനോമിനേറ്ററിൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോൾവെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, സോൾവെൻറ്റിൻ്റെ മാസിനെ കാണിക്കുന്ന ലെറ്റർ W1 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു W എന്ന് പറയുന്ന ലെറ്റർ മാസിനെയാണ് കാണിക്കുന്നത്. അത് സോൾവെൻറ്റിൻ്റെ മാസ് ആകുമ്പോൾ അത് W1 എന്ന് എഴുതി. അത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇനി അടുത്ത സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതാണ് N=W/M ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂമറേറ്ററിലുള്ള N2വിന് പകരം നോക്കി N=W/M ആണ്. അന്നേരം N2 എന്തോ വരും W2/M2 എന്ന് വരുന്നു. ഈ ന്യൂമറേറ്ററിൽ എന്നിൻ്റെ സ്ഥാനത്ത് N2വിൻ്റെ സ്ഥാനത്ത് W2/M2 എന്ന് കൊടുക്കുന്നു. ഡിനോമിനേറ്ററിൽ W1/1000 വരുന്നു. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫ്രാക്ഷണൽ നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനെ ഡിവൈഡ് ചെയ്യുന്നതും തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും തുല്യമാണ്. അന്നേരം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 മുകളിൽ പോകുന്നു, അന്നേരം M2 താഴെ വരുന്നു. അന്നേരം W2 × 1000 ഡിവൈഡഡ് ബൈ M2 × W1 എന്ന് വരുന്നു. ഇത് നമ്മുടെ നേരത്തെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നേരത്തെ ഇക്വേഷൻ എന്തുവായിരുന്നു? ∆Tb = KB × M. എമ്മിൻ്റെ വാല്യൂ ആണ് ഇപ്പം കണ്ടുപിടിച്ചത്. ∆Tb = W2 × 1000 ഡിവൈഡഡ് ബൈ M2 × W1. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മൾ M2 കണ്ടുപിടിക്കുന്നു. M2 എന്താണ്? M2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. KB × W2 × 1000 ഡിവൈഡഡ് ബൈ ∆Tb × W1. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. മൊളാലിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അത് ആ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ∆Tb = KB × M. എമ്മിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ സിംപ്ലിഫൈ ചെയ്ത് M2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാനൊരു പ്രോബ്ലം ഉണ്ട്. അതാണ് അടുത്ത പറയുന്നത്. എ സൊല്യൂഷൻ ഓഫ് 12.5 gram ഓഫ് ആൻ ഓർഗാനിക് സൊല്യൂട്ട് ഇൻ 170 gram ഓഫ് വാട്ടർ ഹാസ് എ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഓഫ് 0.63. കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഇവിടെ KB-യുടെ വാല്യൂ തന്നിട്ടുണ്ട്. നോക്കി, ഇത് ഏത് മെത്തേഡ് വഴി ചെയ്യാമെന്ന് ആദ്യം നോക്കണം. ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അന്നേരം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മെത്തേഡ് വഴി ഇതിന് ആൻസർ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കുക. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മെത്തേഡ് വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതി. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മെത്തേഡ് വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവായിരുന്നു? M2 = KB × W2 × 1000 ഡിവൈഡഡ് ബൈ ∆Tb × W1. ഇനി അതിനകത്ത് ഓരോ ടേംസും നോക്കുക. KB എന്ന് പറയുന്ന മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്, W2 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് 1000 അറിയാമല്ലോ, ∆Tb എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, W1 എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റ്. ഇതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കുക. നോക്കി, ക്വസ്റ്റ്യനകത്ത് 12.5 gram ഓഫ് ആൻ ഓർഗാനിക് സൊല്യൂട്ട് ഇൻ 170 gram ഓഫ് വാട്ടർ. അതായത് ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ മാസും സോൾവെൻറ്റിൻ്റെ മാസും തന്നിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ മാസ് 12.5ഉം സോൾവെൻറ്റിൻ്റെ മാസ് 170ഉം ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ തന്നിട്ടുണ്ട്, അഥവാ ∆Tb തന്നിട്ടുണ്ട് 0.63 ആണ്.
ഇനി അടുത്തെന്ന് പറയുന്നത് കെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.52 ആണ്. ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കി. അന്നേരം 60.6 ഗ്രാം പെർ മോൾ എന്ന ആൻസർ കിട്ടുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് മെത്തേഡ്. അതായത് മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് വ്യത്യാസം സംഭവിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അന്നേരം ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ദ പ്യുവർ സോൾവെൻറ്റ്. ഏതിൻ്റെയാണ്? അവിടെ നോക്കിയ പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലും സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവും ആണ് വരുന്നത്. ഇനി ഈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ ടി എഫ് ആണ്. മറ്റേടത്ത് ഡെൽറ്റ ടി ബി എഴുതി ആ സ്ഥാനത്ത് ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ടി എഫ് എന്നാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ഡെൽറ്റ ടി എഫ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിയെടുത്തോണം. ഡെൽറ്റ ടി എഫ് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഇസിക്കൽ ടു T0 F മൈനസ് ടി എഫ്. നോക്കിയ ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ അടുത്ത നമ്മൾ ബാലൻസ് പഠിക്കുകയാണ്. ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓക്കെ. ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് എഴുതി. ഇനി മൊളാലിറ്റിയുടെ ഇവിടെ പ്രപ്പോർഷണാലിറ്റി സൈൻ വന്നാൽ അത് മാറാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻ്റ് ആണ് കെ എഫ് എന്ന് പറയുന്നത്. ഇനി കെ എഫ് എന്താണെന്ന് എഴുതണം. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. കെ എഫ് എന്താണ്? മോളാൽ MOLAL മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ആണ്. അന്നേരം ഡെൽറ്റ ടി എഫ് ഫിസിക്കൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് എഴുതി. ഇനി അടുത്തത് എം അഥവാ മൊളാലിറ്റിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കുന്നു. മൊളാലിറ്റി ഇസിക്കൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ N2 എന്നും സോൾവെൻറ്റിൻ്റെ മാസിനെ W1 എന്നും എഴുതി. ഇനി അടുത്തത് ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൊളാലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 എന്ന് കിട്ടി. നേരത്തെ മെത്തേഡും ഈ മെത്തേഡും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു ചെറിയ വ്യത്യാസം മാത്രം. അവിടെ ഡെൽറ്റ ടി ബി എഴുതിയ സ്ഥാനത്ത് ഇവിടെ ഡെൽറ്റ ടി എഫ് എഴുതണം. മറ്റേടത്ത് കെ ബി എഴുതിയ സ്ഥാനത്ത് ഇവിടെ കെ എഫ് എന്ന് എഴുതുക. ബാക്കി ഒരു വ്യത്യാസവുമില്ല. നോക്കി ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അതായത് ഈ ഇക്വേഷനകത്ത് ഈ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? ഡെൽറ്റ ടി എഫ് ഫിസിക്കൽ ടു കെ എഫ് ഇൻറ്റു എം എന്നുള്ള ഇക്വേഷനകത്ത്. അന്നേരം കെ എഫ് ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 എന്ന് കൊടുത്തു. അതിനകത്തുനിന്ന് M2 കണ്ടുപിടിക്കുന്നു. M2 ഇസിക്കൽ ടു കെ എഫ് ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു W1 എന്ന് കിട്ടി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഓക്കെ. ഇനി ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലമാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 3.6 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ 50 ഗ്രാം ഓഫ് വാട്ടർ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അന്നേരം ഏത് മെത്തേഡ് വഴി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും? ഏത് മെത്തേഡ് വഴി? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് മെത്തേഡ് വഴി ഇതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും. ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പ് അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ടി എഫിൻ്റെ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഡെൽറ്റ ടി എഫ് ഫിസിക്കൽ ടു കെ എഫ് ഇൻറ്റു W2 ഇൻറ്റു
1000 ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു W1 എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ഇതിനകത്ത് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കി, ഇവിടെ സൊല്യൂട്ടായിട്ട് തന്നേക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ മാസ് തന്നിട്ടുണ്ട്. സോൾവെൻറ്റ് വാട്ടറാണ്. സോൾവെൻറ്റിൻ്റെ മാസും തന്നിട്ടുണ്ട്. അതായത് W1 തന്നിട്ടുണ്ട്, W2 തന്നിട്ടുണ്ട്. W1 എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ മാസ് അത് 50 ഗ്രാം ആണ്. സൊല്യൂട്ടിൻ്റെ മാസ് 3.6 ഗ്രാമും ആണ്. ഇനി അടുത്ത KFൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. എത്രയാണ്? 1.86 തന്നിട്ടുണ്ട്. പിന്നീടുള്ളതെന്ന് പറയുന്നത് ബാക്കി ടേംസുകളൊന്നും ഇവിടെ തന്നിട്ടില്ല. നിങ്ങൾ ഡെൽറ്റ TF കാണണമെങ്കിൽ നമുക്ക് KF വേണം, W2 വേണം, 1000 m2 ഇൻറ്റു W1. അന്നേരം ഇല്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് m2 ആണ്. m2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡുണ്ട്. m2 എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല C6H12O6 ആണ്. 6 കാർബണിൻ്റെ മാസും 12 ഹൈഡ്രജൻ്റെ മാസും 6 ഓക്സിജൻ്റെ മാസൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ്സായിട്ട് 180 കിട്ടുന്നു. അന്നേരം ഈ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഡെൽറ്റ TF കിട്ടി. ഇനി ബാക്കി പറയാം. ഇവിടെ ഡെൽറ്റ TF അഥവാ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ ആണ്. അന്നേരം ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. നോക്കിയേ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് അല്ല, ഡെൽറ്റ TF വരെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മളിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഡെൽറ്റ TF എന്ന് പറയുന്നത് എത്രയാണ്? 0.744 ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൽറ്റ TF ഈസിക്കൽ ടു T0F മൈനസ് TF ആണ്. T0F മൈനസ് TF ആണ്. T0F എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റും TF എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷനുമാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് ഫൈൻഡ് ദ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. TFൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് TF എങ്ങനെ കാണാം? TF ഇടതുവശത്ത് വരുമ്പോൾ TF ഇസിക്കൽ ടു T0F, ഈ ഡെൽറ്റ TF റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ഡെൽറ്റ TF എന്ന് വരും. T0F എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഇവിടുത്തെ സോൾവെൻറ്റ് വാട്ടറാണ്. വാട്ടർ ഫ്രീസ് ചെയ്യുന്ന എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 273 എന്ന് വരത്തില്ലയോ? അന്നേരം ഇവിടുത്തെ 20Fൻ്റെ സ്ഥാനത്ത് 273 കൊടുക്കുക. ഡെൽറ്റ TFൻ്റെ വാല്യൂ 0.744 എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായിട്ട് കിട്ടും 272.3 കെൽവിൻ എന്ന്. ഇതാണ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കി, ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിന് ആൻസർ കണ്ടുപിടിക്കുക. അതിനുപയോഗിച്ച് ഇക്വേഷൻ അറിയാമല്ലോ. ഡെൽറ്റ TF ഫിസിക്കൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഡെൽറ്റ TF കണ്ടുപിടിക്കുന്നു. ഡെൽറ്റ TF അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് അഥവാ TF ആണ് കണ്ടുപിടിക്കാനുള്ളത്. TF കണ്ടുപിടിക്കാൻ വേണ്ടി അതെന്തോ ഇത് ഡെൽറ്റ T0F മൈനസ് ഡെൽറ്റ TF എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ചു. ഇത്രയും വരെയാണ് ഇതിനകത്തുനിന്ന് പഠിക്കേണ്ടത്. ഇനി അടുത്ത ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയുണ്ട്. ലാസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടീവ് പ്രഷർ. ഓസ്മോട്ടീവ് പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കേണ്ടത്. അതിനു മുമ്പ് എന്താണ് ഓസ്മോസിസ് എന്ന് പഠിക്കാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. നമുക്ക് ഫിഗർ നോക്കി പഠിക്കാം. നോക്കി, ഇവിടെ ഒരു ബീക്കറിൽ 2 സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനാണ്.
അതിൻ്റെ ഒരു പാർട്ടിൽ സൊല്യൂഷനും ലെഫ്റ്റ് സൈഡിൽ സൊല്യൂഷനും റൈറ്റ് സൈഡിൽ പ്യുവർ സോൾവെൻറ്റുമാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കമ്പോണൻ്റ് ഉണ്ട്? ഒന്ന് സൊല്യൂട്ടും രണ്ടാമത്തെ സോൾവെൻറ്റും. ലെഫ്റ്റ് സൈഡിലുള്ളതിനകത്ത് സൊല്യൂട്ടുമുണ്ട് സോൾവെൻറ്റുമുണ്ട്. എന്നാൽ റൈറ്റ് സൈഡിൽ പ്യുവർ സോൾവെൻ്റാണ് ഉള്ളത്. എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റ് സൈഡ് അഥവാ റൈറ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡ് അഥവാ ലെഫ്റ്റ് സൈഡിലേക്ക് സെമി പെർമിയബിൾ മെമ്മറൈൻ വഴി ഫ്ലോ ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഓസ്മോസിസ്. കണ്ടോ, അവിടെ ആരോ കാണിച്ചിട്ടുണ്ട് എവിടെ നിന്ന് എവിടോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന്. എന്താണ് അന്നേരം നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? ഓസ്മോസിസ് എന്താണെന്ന് ചോദിച്ചാൽ ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം സോൾവെൻറ്റ് സൈഡ് ടു സൊല്യൂഷൻ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെമ്മറൈൻ ഈസ് കാൾഡ് ഓസ്മോസിസ്. ഓക്കെ, അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്മോസിസ് എന്താണെന്ന് എഴുതിയെടുക്കുക, അതിനുശേഷം ഈ ഫിഗറും വരയ്ക്കുക. ഇനി അടുത്തത് എന്താണ് സെമി പെർമിയബിൾ മെമ്മറൈൻ്റെ പ്രത്യേകത? സെമി പെർമിയബിൾ മെമ്മറൈൻ്റെ പ്രത്യേകത ആ മെമ്മറൈൻ വഴി സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ കടന്നു പോകത്തുള്ളൂ, സൊല്യൂട്ട് അതുവഴി കടന്നു പോകത്തില്ല. അതാണ് സെമി പെർമിയബിൾ മെമ്മറൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സെമി പെർമിയബിൾ മെമ്മറൈൻ എന്ന് പറയുന്ന ഒരു മെമ്മറൈനാണ്. അതുവഴി എന്തുമാത്രം കടന്നു പോകുന്നു? സോൾവെൻറ്റ് മാത്രം കടന്നു പോകുന്നു. സൊല്യൂട്ടിൻ്റെ ഫ്ലോയെ അത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സെമി പെർമിയബിൾ മെമ്മറൈന് എക്സാമ്പിൾ എന്ന് പറയുന്ന പാർച്ച്മെൻറ്റ് പേപ്പറും സെൽവാളും ആണ്. നോക്കി, ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഒരു സെമി പെർമിയബിൾ മെമ്മറൈൻ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിൽ നോക്കി, ആ സെമി പെർമിയബിൾ മെമ്മറൈൻ്റെ റൈറ്റ് പാർട്ടിൽ നോക്കി, ഇവിടെ സോൾവെൻറ്റും ഈ പാർട്ടിൽ സോൾവെൻറ്റും ഇവിടെ സൊല്യൂഷനും ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നോക്കി, സെമി പെർമിയബിൾ മെമ്മറൈൻ വഴി ഈ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ സോൾവെൻറ്റിൻ്റെ അളവ് ഇത്രയും കുറഞ്ഞു, അത്രയും അളവിൽ ഈ സൊല്യൂഷൻ പാർട്ടിൽ അളവ് കൂടുകയും ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അന്നേരം സെമി പെർമിയബിൾ മെമ്മറൈൻ വഴി എന്താണ് പാസ് ചെയ്യുന്നത്? സോൾവെൻറ്റ് മോളിക്യൂൾസിനെയാണ് പാസ് ചെയ്യുന്നത്. അത് സൊല്യൂട്ടിൻ്റെ ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നേരെ സെമി പെർമിയബിൾ മെമ്മറൈൻ എന്താണെന്നും അതിന് എക്സാമ്പിളും പറഞ്ഞു. ഇനി അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നാണ് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്താണെന്നറിയാം? സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഓസ്മോസിസ്. ഈ ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രഷറിനെ എന്താണ് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഓസ്മോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നോക്കി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലാണ് എങ്കിൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷൻ സൈഡിൽ നിന്ന് സോൾവെൻറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. നോക്കി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലാണ് എങ്കിൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് എവിടെ നിന്ന് എവിടോട്ട് ഫ്ലോ ചെയ്യുന്നു? സാൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറുമായിട്ട് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻ്റ് ആണ്. അതേസമയം സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സോൾട്ടുമുണ്ട് വാട്ടറുമുണ്ട്, അതിനകത്ത് സൊല്യൂട്ടുമുണ്ട് സോൾവെൻറ്റുമുണ്ട്. അഥവാ അതൊരു സൊല്യൂഷനാണ്. അന്നേരം ഇവിടെ നോക്കി ഫ്ലോ ചെയ്തേക്കുന്ന ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ എന്തോ ചെയ്യുന്നു? സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷൻ സൈഡിൽ നിന്ന് സോൾവെൻറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്തു. ആ മൂവ്മെൻറ്റിനെയാണ് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ഓസ്മോസിസിന് എക്സാമ്പിൾ അഥവാ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ, രണ്ടാമത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ഈ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടറിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. സലൈൻ വാട്ടർ അഥവാ സോൾട്ട് വാട്ടറിൽ നിന്നും പ്യുവർ വാട്ടർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത്. ഈ സലൈൻ വാട്ടറിനകത്ത് സോൾട്ടുമുണ്ട് വാട്ടറുമുണ്ട്. അതിനകത്ത് പ്യുവർ വാട്ടറിനെ സെമി പെർമിയബിൾ മെമ്മറൈൻ വഴി പാസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈ ഇംപ്യൂർ വാട്ടറാണ്
ഈ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത് റൈറ്റ് സൈഡിൽ പ്യുവർ വാട്ടറും എടുക്കുന്നു. അതിനെ സെമി പെർമിബിൾ മെമ്പറൈൻ വഴി പാസ് ചെയ്ത് പ്യുവർ വാട്ടറിനെ ഇംപ്യുവർ വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ടിടത്തും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. സൊല്യൂഷനിൽ നിന്ന് പ്യുവർ സോൾവെൻറ്റ് വേർതിരിച്ച് എടുക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ലാസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞത് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. ഈ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. നോക്കിക്കോണേ, ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് പൈ എന്ന് പറയുന്ന ലെറ്റർ. ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? പൈ എന്ന് പറയുന്നത്. ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന മൊളാരിറ്റിക്കും ടെമ്പറേച്ചറിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സി എന്ന് പറയുന്ന ലെറ്റർ മൊളാരിറ്റിയെ കാണിക്കുന്നു, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിനെ കാണിക്കുന്നു. പ്രൊപ്പോർഷണാലിറ്റി സൈൻ എവിടെ വന്നാലും അത് മാറാൻ വേണ്ടി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റൻ്റ് ആണ് ആർ എന്ന് പറയുന്നത്. ആറിനെ പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും വരെ മനസ്സിലായല്ലോ. ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ ഓസ്മോട്ടിക് പ്രഷർ അഥവാ പൈ മൊളാരിറ്റിക്കും ടെമ്പറേച്ചറിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ വന്നാൽ അത് മാറാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റൻ്റ് ആണ് ആർ അഥവാ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്. ഇനി നോക്കാം, ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ മൊളാരിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ N2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സൊല്യൂഷൻ്റെ വോളിയത്തിനെ V എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ന്യൂമറേറ്റർ N2 എന്ന് കൊടുക്കുന്നു, ഡിനോമിനേറ്റർ V എന്ന് കൊടുത്തു. നമ്മൾ നേരത്തെ പഠിച്ചു N=W/M ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ N2=W2/M2 എന്ന് കൊടുത്തു. ന്യൂമറേറ്ററിലുള്ള N2 മാറ്റി പകരം W2/M2 എന്ന് കൊടുത്തു. ഡിനോമിനേറ്ററിൽ V എന്ന ലെറ്ററും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇവിടെ മൊളാരിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച വാല്യൂ നേരത്തെ ഇക്വേഷനകത്ത് കൊടുക്കുക. നോക്കിയേ, നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? പൈ =CRT എന്നാണ്. സിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. എന്താണ്? W2/M2 × V ആണ് ×RT എന്ന് കിട്ടി. അന്നേരം പൈ W2RT/M2 × V എന്ന് കിട്ടി. ഇതിൽ നിന്ന് M2 എന്തോ വരും? M2 W2RT/π × V. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കിയേ, ഈ ഇക്വേഷൻ കണ്ടല്ലോ. പൈയുടെ വാല്യൂ ഈ മൊളാരിറ്റിയുടെ വാല്യൂ W2/M2 × V ആണ്. ആ വാല്യൂ പൈ =CRT എന്ന് പറയുന്ന ഇക്വേഷനകത്ത് സിയുടെ സ്ഥാനത്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് M2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഇത് വെച്ച് ചെയ്യാനുള്ള ഈ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. അത് വെച്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലവും അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമാണ് പഠിക്കാനുള്ളത്. ആ പ്രോബ്ലം നമുക്ക് ലാസ്റ്റിൽ പഠിക്കാം. അതിന് മുമ്പ് 1-2 ചെറിയ ടേംസ് ഉണ്ട്, അത് പറയാം. നോക്കി, ആദ്യം നമ്മൾ പറയുന്ന ടേമാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. രണ്ട് സൊല്യൂഷന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ് എങ്കിൽ ആ സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. രണ്ട് സൊല്യൂഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷർ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്ലഡിനും നോർമൽ സലൈൻ സൊല്യൂഷൻ, അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നോർമൽ സലൈൻ സൊല്യൂഷൻ ട്രിപ്പ് ഇടുന്ന സമയത്തൊക്കെയും അല്ലെങ്കിൽ ചില ആവി പിടിക്കുന്ന സമയത്തൊക്കെയും നോർമൽ സലൈൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നോർമൽ സലൈൻ സൊല്യൂഷനും ഹ്യൂമൻ ബ്ലഡിനും ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ്. അതുകൊണ്ടാണ് ഈ നോർമൽ സലൈൻ സൊല്യൂഷൻ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, വെയിൻ വഴി നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ആ ഇഞ്ചക്ഷനിലെല്ലാം ഉപയോഗിക്കുന്നത്.
അന്നേരം എന്തുകൊണ്ടാണ് നോർമൽ സലൈൻ സൊല്യൂഷൻ ഇൻട്രാവീനസ് ഇഞ്ചക്ഷനകത്ത് ഉപയോഗിക്കുന്നത്? നോർമൽ സലൈൻ സൊല്യൂഷനും ഹ്യൂമൻ ബ്ലഡിനും ഓരോ ഓസ്മോട്ടിക് പ്രഷറാണ്. അത് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. രണ്ടിനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്ന ടേം ഏതാണ്? ഐസോട്ടോണിക് ആണ്. അന്നേരം അതുകൊണ്ടാണ് അത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ട് ടേംസ് ആണ്, ഹൈപ്പർടോണിക് സൊല്യൂഷനും ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഹൈപ്പർ എന്ന് വെച്ചാൽ ഉയർന്നത്, ഹൈപ്പോ എന്ന് വെച്ചാൽ താഴ്ന്നത്. അന്നേരം രണ്ട് സൊല്യൂഷൻ അതിൽ ഒരെണ്ണത്തിന് ഓസ്മോട്ടിക് പ്രഷർ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ളതിനെ പറയുന്ന പേരാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എന്നാൽ രണ്ട് സൊല്യൂഷൻ അതിൽ ഒന്നിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഇത് രണ്ട് സിമ്പിൾ ടേംസ് ആണ്. ടേം കേൾക്കുമ്പോൾ തന്നെ അത് എന്തുവാണെന്ന് അറിയാം. ഒന്നിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ കൂടുതലുള്ളതിനെ പറയുന്ന ഹൈപ്പർടോണിക് സൊല്യൂഷൻ, കുറവുള്ളതിനെ ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഇനി അടുത്തതാണ് അബ്നോർമൽ മോളാർ മാസ്. നമ്മൾ മോളാർ മാസ് നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത് അറ്റോമിക് മാസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് മോളാർ മാസ് കണ്ടുപിടിക്കാം. രണ്ടാമത്തത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴിയും കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി കണ്ടുപിടിക്കുന്ന മോളാർ മാസ് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അത് ചിലപ്പോൾ അതിനകത്ത് വ്യത്യാസം വരാം. അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. എന്താണ് അബ്നോർമൽ? നോർമൽ എപ്പോഴും നോർമൽ ആവാണമെന്നില്ല. അങ്ങനെ നോർമൽ അല്ലാത്ത കേസ് വരുന്നു. അതിനെ എന്താണ് പറയുന്നത്? അബ്നോർമൽ മോളാർ മാസ് എന്നാണ് പറയുന്നത്. ഈ മോളാർ മാസിനകത്ത് ഈ അബ്നോർമാലിറ്റി വരണമെങ്കിൽ രണ്ട് കാരണമാണ്. അങ്ങനെ വ്യത്യാസം വരാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ചിലപ്പോൾ ഈ രണ്ട് മോളിക്യൂൾസ് ചേർന്ന് ഒറ്റ ഒരു മോളിക്യൂളായി മാറുന്നു, അതായത് മോളിക്കുലർ അസോസിയേഷൻ. രണ്ടാമത്തെ, ചില മോളിക്യൂൾസ് ചില സൊല്യൂഷനകത്ത് ചെല്ലുമ്പം അത് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺ ആയിട്ട് മാറും. അന്നേരം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മോളിക്കുലർ മാസ് അബ്നോർമാലിറ്റി വരുന്നത്. ഒന്നാമത്തെ മോളിക്കുലർ അസോസിയേഷനും രണ്ടാമത്തെ മോളിക്കുലർ ഡിസോസിയേഷനും. ഒന്നാമത്തെയാണ് മോളിക്കുലർ അസോസിയേഷൻ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ബെൻസീൻ സൊല്യൂഷനകത്ത് ഡൈമറൈസ് ചെയ്യുന്നു. രണ്ട് മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ഒറ്റ മോളിക്യൂളായിട്ട് മാറുന്നു. അന്നേരം ടോട്ടൽ ആ സൊല്യൂഷനകത്തുള്ള മോളിക്യൂളുകളുടെ എണ്ണം രണ്ടെണ്ണം ചേർന്ന് ഒന്നായി മാറുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുന്നു. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞ് തുടങ്ങിയപ്പം പറഞ്ഞാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിളിനെയാണ്. ഇവിടെ രണ്ട് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് ഒരു മോളിക്യൂളായി മാറുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കുറയുന്നു. സ്വാഭാവികമായിട്ടും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മോളിക്കുലർ മാസും ഡിക്രീസ് ചെയ്തു. മോളിക്കുലർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കി, ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് മോളിക്കുലർ അസോസിയേഷൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞ മോളിക്കുലർ അസോസിയേഷനാണ്. രണ്ടാമത് ചില മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. അന്നേരവും എന്തോ ചെയ്യുന്നു, നമ്മുടെ ആ മോളിക്കുലർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി കണ്ടുപിടിക്കുന്നതിനകത്ത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഈ മോളാർ മാസിലുള്ള ഈ അബ്നോർമാലിറ്റിയെ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ ഐ. ഏതാണ്? സ്മോൾ ലെറ്റർ ഐ. വാൻ ഹോഫ് ഫാക്ടർ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഈ നോർമൽ മോളാർ മാസും അബ്നോർമൽ മോളാർ മാസും തുല്യമായിട്ട് വരുവാണെങ്കിൽ ഐയുടെ വാല്യൂ 1 വരാം. ഇനി അടുത്തത് നോർമൽ മോളാർ മാസ് അബ്നോർമൽ മോളാർ മാസിനേക്കാളും കൂടുതലായി വരുവാണെങ്കിൽ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരാം. നോർമൽ മോളാർ മാസ് അബ്നോർമൽ മോളാർ മാസിനേക്കാളും കുറവായിട്ട് വരുവാണെങ്കിൽ ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 വരാം. അന്നേരം ഐക്ക് 3 വാല്യൂ ആണ് വരുന്നത്. ഒന്നാമത്തെ 1 വരാം, രണ്ടാമത്തെ ലെസ് ദാൻ 1 വരാം, മൂന്നാമത്തെ ഗ്രേറ്റർ ദാൻ 1 വരാം. ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ അസോസിയേഷനുമില്ല ഡിസോസിയേഷനുമില്ല. അതായത് നോർമൽ മോളാർ മാസും അബ്നോർമൽ മോളാർ മാസും ഒരേപോലെ വരുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസും നമ്മൾ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസും തുല്യമായി വരുന്നു. എന്നാൽ ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മോളിക്യൂൾസിനകത്ത് രണ്ട് മോളിക്യൂൾ ചേർന്ന് അസോസിയേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. എവിടെയെങ്കിലും മോളിക്കുലർ അസോസിയേഷൻ ആണെങ്കിൽ അവിടെ ഐയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും.
ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മോളിക്കുലാർ ഡിസോസിയേഷൻ നടക്കുന്നു. എന്താണ് മോളിക്കുലാർ ഡിസോസിയേഷൻ നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞു ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന അഥവാ ഓസ്മോട്ടിക് പ്രഷറുമായി റിലേറ്റ് ചെയ്തും ഒരു പ്രോബ്ലം ചോദിക്കും. അതിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കി, കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 5% സൊല്യൂഷൻ ഓഫ് യൂറിയ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ കാണാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുക. എന്തായിരുന്നു ഇക്വേഷൻ? പൈ = W2 RT / M2 × V. ഇതിനകത്തുള്ള എല്ലാ ടേംസും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. W2 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസ്സാണ്. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് യൂറിയാണ്. യൂറിയയുടെ മാസ് ഡയറക്റ്റ് തന്നിട്ടില്ല. അതിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് 5% സൊല്യൂഷൻ ഓഫ് യൂറിയ എന്നാണ്. അതിൻ്റെ അർത്ഥം 5% സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 ഗ്രാം യൂറിയ 100 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ്. 5 ഗ്രാം യൂറിയ 100 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ്. നോക്കി, അന്നേരം ഇവിടെ സൊല്യൂട്ടന്നിൻ്റെ മാസ് എന്ന് പറയുന്നത് 5 ഗ്രാമും അവിടുത്തെ സോൾവൻ്റ് അഥവാ വാട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് 100 ml എന്നറിയാം ഈ 5% എന്നുള്ള വേർഡിൽ നിന്ന്. പിന്നീട് അവിടുത്തെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇവിടെ പ്രഷറൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ആ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0821 എടുക്കണം. പിന്നീട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 273 കൂടെ ആഡ് ചെയ്യുന്നു. 27 + 273 അതായത് 300 കെൽവിൻ എന്ന് കിട്ടിയിരുന്നു. 6 കിട്ടി, T കിട്ടി. W2 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസ്സാണ്. ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ മാസ് യൂറിയയുടെ മാസ് 5 ഗ്രാം ആണ്. പിന്നെ M2 എന്ന് പറയുന്നത് യൂറിയയുടെ മോളാർ മാസ്സാണ്. അത് നമുക്ക് അറ്റോമിക് മാസ് ആഡ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇനി അടുത്ത V എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം തന്നിട്ടുണ്ട് 100 ml എന്നാണ് തന്നേക്കുന്നത്. ആ മില്ലി ലിറ്ററിലുള്ളതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കിനി ആ ചെയ്തേക്കുന്ന രീതി ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ട്, നോക്കിക്കോണേ. W2 5 ഗ്രാം കിട്ടി. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 5% യൂറിയ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 5 ഗ്രാം യൂറിയ 100 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ അറ്റ്മോസ്ഫിയറിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.0821 ആണ്. അതാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ 27 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് തന്നിട്ടുണ്ട്. അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 300 കെൽവിൻ വന്നു. ഇനി യൂറിയയുടെ മോളാർ മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 60 ഗ്രാം ആണ്. ഇനി വോളിയം എന്ന് പറയുന്നത് ഇവിടെ 100 ml എന്ന് തന്നിട്ടുണ്ട്. ml ആണ് തന്നേക്കുന്നത്. അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 ml എന്നാണ് തന്നേക്കുന്നത്. അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം എത്ര വരുന്നു? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 ലിറ്റർ എന്ന് കിട്ടി. അതാണ് ഇവിടെ ലിറ്ററിൽ തന്നിരിക്കുന്ന വാല്യൂ. പിന്നീട് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷനകത്ത് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ് ചെയ്ത് നിങ്ങൾ നോക്കണം. കാൽക്കുലേറ്റർ വെച്ച് 20.53 ആണ്. ഓസ്മോട്ടിക് പ്രഷറാണ്. ഒരു പ്രഷറിൻ്റെ യൂണിറ്റായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക.